ഹലോ, നമസ്കാരം എല്ലാവർക്കും. ഒന്നാമത്തത്, നമ്മൾക്ക് ടൈം ഇമ്പോർട്ടൻ്റ് ആണ്. ആ ടൈം നമ്മൾ യൂസ് ചെയ്യണ പോലെ ഇരിക്കും. ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ തിരികെ കിട്ടില്ല. പ്രായം പിന്നെ തിരികെ കിട്ടില്ല. 3, സ്നേഹമുള്ള നല്ല ഹൃദയം ഒരിക്കൽ മാത്രമേ കിട്ടൂ, പിന്നീട് തിരിഞ്ഞു നോക്കിയാൽ പോലും കിട്ടില്ല. 4, മനസമാധാനം. അത് ഒരിക്കൽ നഷ്ടപ്പെട്ടാൽ പിന്നെ തിരികെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. 5, ഒന്നിനും അധികമായി നമ്മൾ സ്നേഹിക്കരുത്. അത് സ്നേഹിച്ചാൽ നമ്മുടെ ഉറക്കവും നമ്മുടെ മനസമാധാനം നഷ്ടപ്പെടും. 6, മറ്റുള്ളവരിലേക്ക് എത്തി നോക്കരുത്. അത് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഉറക്കവും നഷ്ടപ്പെടും. 7ാമത്തെ കാര്യം, നമ്മൾ ആരോടും ഒന്നും അധികമായി തുറന്നു പറയരുത്. തുറന്നു പറഞ്ഞാൽ അയാളെ മുന്നിൽ നമ്മൾ ഒരു കടലാസിന്റെ വില പോലും ഉണ്ടാവില്ല. പ്രണയിക്കണം. 8, പക്ഷേ അധികമായി അവർക്ക് വേണ്ടി മാത്രം നമ്മൾ സമയം ചെലവ് കഴിക്കരുത്. അത് നമ്മളെ ജീവിതത്തിൽ ഏറ്റവും നഷ്ടപ്പെട്ട ഒരു സമയമായി മാറും. 9ാമത്തെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരു സിസ്റ്റം വെക്കുക. ആ സിസ്റ്റത്തിൽ നടക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരിക്കില്ല. 10ാമത്തെ കാര്യം, ഒന്നിനും അധികമായി നിങ്ങൾ സ്നേഹിക്കരുത്. സ്നേഹിച്ചാൽ നിങ്ങളുടെ ഉറക്കം നിങ്ങൾക്ക് നഷ്ടപ്പെടുന്നതാണ്. നിങ്ങളുടെ ആരോഗ്യവും നിങ്ങളുടെ മനസ്സമാധാനം നഷ്ടപ്പെടും. 11ാമത്തെ കാര്യം, നിങ്ങളുടെ കയ്യിലാണ് നിങ്ങളുടെ റിമോട്ട്. നിങ്ങൾ എവിടെ പ്രസ് ചെയ്യണമെന്ന് നിങ്ങൾ തീരുമാനിക്കണം. അപ്പോൾ അതാണ് ശരിയായ കാര്യം. 24 മണിക്കൂറിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യണമെന്ന് നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമയം കണ്ടെത്തൽ. 12ാമത്തെ കാര്യം, എത്ര വലിയ കാശുള്ളവനാണെങ്കിലും അവനിക്ക് മനസ്സ് നിറയെ ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും കഴിയുന്നവനാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ. 13, ഒന്നിൽ കൂടുതൽ ആളുകൾ ഉള്ളവരെ നിങ്ങൾ സ്നേഹിക്കാൻ തിരഞ്ഞെടുക്കരുത്. തിരഞ്ഞെടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നിങ്ങളുടെ സ്നേഹത്തിന് വാല്യൂ ഉണ്ടാവില്ല അവർക്ക്. 12ാമത്തെ കാര്യം, എത്ര വലിയ കാശുള്ളവനാണെങ്കിലും അവൻക്ക് ഹൃദയം നിറഞ്ഞ ഭക്ഷണം കഴിക്കാനും ഉറങ്ങാനും കഴിയുന്നവനാണ് ഈ ഭൂമിയിൽ ഏറ്റവും വലിയ ഭാഗ്യവാൻ. അതാണ് ജീവിതത്തിൽ ഏറ്റവും വലിയ സന്തോഷം, മനസ്സമാധാനം. ഉറക്കം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ്. 13ാമത്തെ കാര്യം, ഒന്നിനും അധികമായി അഹങ്കരിക്കരുത്. അഹങ്കാരം നിങ്ങൾക്ക് ഒരുപാട് നല്ലതല്ല. അത് ആപത്ത് ചെയ്യും നിങ്ങൾക്ക്. ഓരോ സൂര്യോദയം ഓരോ മനുഷ്യർക്കും ഓരോ പ്രതീക്ഷകളാണ്. ആ പ്രതീക്ഷയാണ് നമ്മുടെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അത് നന്നായി തന്നെ ഉപയോഗിക്കുക. നിങ്ങളുടെ ടൈമുകൾ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. അത് നിങ്ങളുടെ കയ്യിൽ തന്നെയാണ് നിങ്ങളുടെ ടൈം ഉള്ളത്. അത് എവിടെ, എപ്പോൾ, എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾ നിശ്ചയിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കുന്നത്. നമ്മൾ പലവരും ദേഷ്യത്തിൽ ഒരുപാട് തീരുമാനങ്ങൾ എടുക്കും. ആ ദേഷ്യത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ തെറ്റാണെന്ന് ഞാൻ ഉറപ്പായും പറയുന്നു 100 വട്ടം. ശാന്തതയിലും സമാധാനത്തിലും നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കുക. തീരുമാനങ്ങൾ എടുക്കണ സമയത്ത് നിങ്ങൾ ശാന്തരായിരിക്കുമ്പോൾ, നിങ്ങളുടെ മൈൻഡും ശാന്തരായിരിക്കുമ്പോൾ മാത്രം നിങ്ങളുടെ തീരുമാനങ്ങൾ എടുക്കുക. ഉറച്ചൊരു തീരുമാനം എടുക്കുക. 3 വട്ടം ആലോചിക്കുക ഒരു തീരുമാനം എടുക്കുന്നതിനേക്കാളും മുന്നേ. പിന്നീട് നമ്മൾ അതുകൊണ്ട് ഓർത്ത് ദുഃഖിക്കേണ്ടി വരും. അല്ലാതെ നിങ്ങൾ ശാന്തരായിരിക്കുമ്പോൾ, വീണ്ടും പറയുന്നു, നിങ്ങൾ ശാന്തരായിരിക്കുമ്പോൾ മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ജീവിതം മനോഹരമായി ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയും. ഉറപ്പായും കഴിയും എന്ന് 100 വട്ടം ഞാൻ പറയുന്നു.
സമ്പത്ത് നമ്മൾക്ക് ഉണ്ടാക്കാം, പക്ഷേ മനസ്സമാധാനം അത് ഒരിക്കലും ഉണ്ടാക്കാൻ കഴിയില്ല. അത് നമ്മൾ നഷ്ടപ്പെടാതെ ശ്രദ്ധിക്കുക. നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരിക്കൽ പോലും നമുക്ക് തിരികെ കിട്ടില്ല. ഓരോ സൂര്യോദയം ഓരോ മനുഷ്യരുടെ പ്രതീക്ഷയാണ്. അതുപോലെ തന്നെയാണ് ഓരോ മനുഷ്യരുടെയും മനസ്സമാധാനം. അത് എവിടെ നഷ്ടപ്പെടുന്നു അവിടെ നിന്ന് നമ്മൾ പിന്മാറുക. നമ്മൾക്ക് എന്താണോ സന്തോഷം അത് ചെയ്ത് ജീവിക്കുക. പക്ഷേ തെറ്റായ കാര്യങ്ങൾ കൂടെ ജീവിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ ഉണ്ടാവുമല്ലോ എല്ലാ മനുഷ്യരുടെയും. അത് നമ്മൾ സന്തോഷം കണ്ടെത്തി നമ്മൾ സന്തോഷത്തിൽ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കുക. ജീവിതം ഒരിക്കലും ഒരു കടലാസ് പേപ്പറല്ല. അത് പേന കൊണ്ട് എഴുതി മായ്ക്കാൻ. പക്ഷെ അത് ജീവിച്ച് തന്നെ തീർക്കണം. അത് എത്ര വലിയ വിഷമങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും. പക്ഷേ അത്ര സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കാതിരിക്കുക. ശ്രദ്ധിക്കുക. ഓരോ മനുഷ്യരും ശ്രദ്ധിക്കുക. ഓരോ കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ സിസ്റ്റങ്ങൾ വെക്കുക. സിസ്റ്റങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരില്ല. തീർച്ചയായും ഞാൻ പറയുന്നു.